അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൽമുൽ മന്തിഖ് രണ്ടാമത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഇൽമുൽ മന്തിഖ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടാണ് മെയിനായിട്ട്. ഒന്ന്, ഓരോ സാധനങ്ങൾ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തെല്ലാം രീതി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ മുഅരിഫ്, തഅരീഫ്, നിർവചനത്തിൻ്റെ ഭാഗം ചർച്ച ചെയ്യുന്നൊരു ഭാഗം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു, വിധിയോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം, അതിനെന്തെല്ലാം രീതിയിൽ ക്രമീകരിക്കണം, അതിനെന്തെല്ലാം ഉപയോഗിക്കണം എന്നുള്ള ചർച്ച. അത് ഏത് ചർച്ച? പിന്നെ ഹുക്മോട് കൂടെ ഉള്ളത്. അതിന് പേര് നമ്മൾ ഹുജ്ജത്ത് എന്നുള്ള രണ്ടാം പാർട്ട്. അങ്ങനെ മുഅരിഫ്, ഹുജ്ജത്ത് എന്ന രണ്ട് പാർട്ടുകളാണ് മന്തിഖിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ അതിൻ്റെ അനുബന്ധങ്ങളായിട്ടുള്ള ബാക്കി വിഷയങ്ങളും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞു ഓരോ കാര്യങ്ങൾ, ഓരോ സാധനങ്ങൾ, ഓരോ വസ്തുക്കൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ ഹുക്കുമില്ല, വിധിയില്ല. അത് ഇങ്ങനെയാണ്, അത് മറ്റതാണ്, അത് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ വേറെ വിധി അതിനോട് കൂടെ ഇല്ല. അപ്പോൾ വിധിയുള്ളതും വിധിയില്ലാത്തതും, വിധിയുള്ള വിജ്ഞാനത്തിന്, വിധിയുള്ള ആ അറിവിന്, പിന്നെ വിധിയില്ലാത്തതിന് നമുക്ക് തസവ്വുർ എന്ന് പേരിടാം. വിധിയോടുകൂടെയുള്ളതിന് തസ്ദീഖ് എന്നും പേരിടാം. അപ്പോൾ തസവ്വുർ എന്ന ഇൽമും തസ്ദീഖ് എന്ന ഇൽമും, ഈ രണ്ട് അറിവുകളാണ് നമ്മുടെ അടുക്കലൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള അറിവുകൾ നേടാൻ, തസവ്വുറാകുന്ന അറിവുകൾ നേടാൻ നമുക്ക് മുഅരിഫ്, അതിൻ്റെ അനുബന്ധങ്ങൾ പഠിക്കണം. തസ്ദീഖാകുന്ന അറിവ് നേടാൻ ഹുജ്ജത്ത്, അനുബന്ധങ്ങൾ പഠിക്കണം. അപ്പം നമ്മളൊന്ന് തസവ്വുർ എന്ന ഇൽമും തസ്ദീഖ് എന്ന പേരുള്ള ഇൽമും. ഇനി നമ്മളവിടുന്ന് പോകുന്നത്, ഈ തസ്ദീഖ് എന്ന ഇൽമിൻ്റെ അവിടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, അവിടെ ഹുക്കുമ് വേണമെന്ന്. ഹുക്കുമ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ വിധി എന്ന് പറയും. വിധി എന്ന് പറഞ്ഞാൽ ഒരു നിസ്ബ, ഒന്നിലേക്ക് ഒന്നിനെ ചേർത്ത് കൊണ്ട് അത് അതിന് ഉണ്ട് എന്നോ ഇല്ല എന്നോ ഉറപ്പിക്കുക. ഉദാഹരണം, സെയ്ദിന് ഖിയാമ്, നൃത്തം ഉണ്ടോ? സെയ്ദിന് ഖിയാമ് ഉണ്ട്, സെയ്ദിന് ഖിയാമ് ഇല്ല. അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ ഈ ഉറപ്പിക്കലിനാണ്, ഇഅ്തിഖാദിനാണ് എന്ത് പറയാ, ഹുക്മ് എന്ന് പറയാം. അപ്പോൾ തസവ്വുറായി, തസ്ദീഖായി, തസ്ദീഖിലുള്ള ഹുക്കുമായി. അതവിടെ ഇൽമ എന്താണെന്ന് ഇൽമിന് രണ്ടായിട്ടും പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നത്, നമുക്കിത് പഠിക്കണമല്ലോ, ഇത് പഠിപ്പിക്കുകയോ ചെയ്യണമല്ലോ, ഒരാളോട് പറയണം. പിന്നെ ഓരോ വസ്തുക്കളെ, ഓരോ സാധനങ്ങളെ അതിൻ്റെ ഏതാ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നീ താരീഫ് ഉപയോഗിക്കണം. അപ്പോൾ അതിന്ന രീതിയിലൊക്കെ ചെയ്യണം എന്ന് ഒരാൾ പഠിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഹുജ്ജത്ത് ഉപയോഗിക്കണം, അതിങ്ങനെയൊക്കെ പഠിപ്പിക്കണമല്ലോ. പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പഠിപ്പിക്കണമെങ്കിലും എന്ത് വേണം? നമുക്ക് ആശയങ്ങൾ കിട്ടണം, ആശയങ്ങൾ കൈമാറണം. നമുക്കെങ്ങനെ ആശയങ്ങൾ കിട്ടുക? നമുക്ക് എവിടെ നിന്നാണ് ആശയങ്ങൾ കിട്ടുക? അതിന് എന്തെങ്കിലും സാധനം അറിയിക്കണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്താക്കണം? അറിയിച്ചു തരണം. എന്തെല്ലാം നമുക്ക് അറിയിച്ചു തരും? പലതും നമുക്ക് പല രീതിയിൽ നമുക്ക് പലതും അറിയിച്ചു തരും. അതിൽ പദങ്ങളുള്ളതുമുണ്ട്, പദങ്ങളില്ലാത്തതുമുണ്ട്. അറിയിച്ചു തരുമ്പോൾ പദങ്ങളുള്ളതുമുണ്ട്, പദങ്ങളില്ലാത്തതും ഉണ്ട്. ഉദാഹരണം, റോട്ടിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ നമ്മൾ ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കും ഒരു വണ്ടി ആയിക്കൂടെ പോകുന്നുണ്ട്. അവർ വണ്ടി ആയിക്കൂടെ പോകുന്നുണ്ട് എന്നുള്ള ആ വിവരം നമുക്ക് അറിയിച്ചെന്നത് ആ ശബ്ദമാണ്. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു ബോർഡുമ്മൽ ഒരു ഇതിങ്ങനെ ഒരു ചെരിച്ചൊരു വര അരച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ചെറിയൊരു കാറിൻ്റെ അല്ലെങ്കിൽ വണ്ടീൻ്റെ ചിത്രം വെച്ച് കൊടുത്താൽ മനസ്സിലാക്കും, ആ ഇവിടെ നിന്നാണ് കയറ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വളച്ചൊരു വര അരച്ചിക്കണമെങ്കിൽ മനസ്സിലാക്കും ഈ റോഡ് കുറച്ചു കഴിഞ്ഞാൽ വളയുണ്ട് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ എന്താവുന്നുണ്ട്, പലതും നമ്മളറിയിക്കും. ഒരാൾ ഇങ്ങനെ ആട്ടിയാൽ നമ്മൾ മനസ്സിലാക്കും, ആ ഇങ്ങോട്ട് വാ എന്നാണ് അവൻ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ ആട്ടിയാലോ, ഇല്ലാണ്ട് പോകുന്നതാണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാക്കും.
പിന്നെ നമ്മൾ ഈ തസ്ബീഹിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് 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 നമ്മളിങ്ങനെ ഈ ഓരോന്നിനും ഓരോ എണ്ണം കണക്കാക്കും. അതേപോലെ ചന്തയിൽ കച്ചവടം ചെയ്യാൻ പോയാലും പണ്ടൊക്കെ പോത്തിന് എന്താ വില പറയണമെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റാൾ എൻ്റെ വിരലുമ്പോൾ അങ്ങനെ ഇവിടെ പിടിച്ചാൽ ഇപ്പോൾ ഇതിലാ പിടിച്ചിക്കണമെന്നുണ്ടെങ്കിൽ 1000 റുപ്യ അല്ലെങ്കിൽ 1,00,000 റുപ്യ, ഇവിടേക്ക് ഇറക്കി പിടിച്ചാൽ 2,00,000 റുപ്യ. അപ്പോൾ അങ്ങനെ പിടിക്കുള്ളൂ. അപ്പോൾ ഒന്നും പറഞ്ഞില്ല അവിടെ പിടിച്ചാൽ 1,00,000 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 10,000, പിന്നെ താഴത്തേക്ക് പിടിച്ചാൽ 2,00,000 എങ്കിൽ 20,000 അല്ലെങ്കിൽ 2,000, ഒന്നും പറയില്ല. പിന്നെ പിടിച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ അത് പറ്റൂല, 2,000 പോരാ, അപ്പോൾ ഒന്ന് ഇറക്കി പിടിക്കും, 3,000 ആയിക്കോട്ടെ. അപ്പോൾ അവിടെ 3,000 2,000 ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ നമ്മളെന്താവുന്നുണ്ട്, ഇവിടെയൊക്കെ ഇതിമേലൊക്കെ ഓരോ അറിയിക്കലുണ്ട്. പിന്നെ ഒരു റൂമിൽ ഒരാൾ താമസിക്കുകയാണെങ്കിൽ ആ റൂമിൻ്റെ വാതിൽ ഒരാൾ തുറന്നിട്ട് കണ്ടാൽ പറയാം അവിടെ ആളുണ്ട് പറയും. വാതിൽ അടച്ചിട്ടാണ്, 2 ദിവസമായിട്ട് വാതിൽ തുറന്നിട്ടില്ല, ആളില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പലതും എന്താവുന്നുണ്ട്, ആശയങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ആശയങ്ങൾ അറിയിച്ചു തരുന്ന പല കാര്യങ്ങളും പല മാർഗങ്ങളുണ്ട്. അതിൽ പെട്ട ആശയങ്ങൾ അറിയിക്കുന്ന ഒന്നാണ് പദങ്ങൾ, വാക്കുകൾ, നിശ്ചയിക്കപ്പെട്ട പദങ്ങൾ. ഓരോ ആശയത്തിന് ഓരോ പദം നിശ്ചയിച്ച് വെച്ചത്, അതാണ് ഭാഷകൾ. ആന എന്ന ആ പദം അത് ശബ്ദമാണ്, ഒരു പ്രത്യേക അർത്ഥം നിശ്ചയിക്കപ്പെട്ട ശബ്ദമാണ്. നേരത്തെ റോട്ടിൽ കൂടെ ഇടറൊന്ന് വെച്ചാൽ അത് നിശ്ചയിക്കപ്പെട്ട ശബ്ദമല്ല. ഒരു ശബ്ദം കേട്ടാൽ ചങ്ങായിക്ക് എന്തോ വേദന കുടുങ്ങിക്കണമെന്ന് മനസ്സിലാവും. അത് വേദന പിടിക്കുക എന്ന് പറയണം നിശ്ചയിച്ചോന്നല്ല. അപ്പം നിശ്ചയിക്കപ്പെടാത്ത രീതിയിൽ അറിയിക്കണതും ഉണ്ടാവും, നിശ്ചയിക്കപ്പെട്ട് അറിയിക്കണമുണ്ടാവും. നിശ്ചയിക്കപ്പെട്ട് അറിയിക്കുന്നതാണ് ഭാഷകൾ. അത് മലയാളം എന്നൊരു ഭാഷയാണെങ്കിൽ ആ ഭാഷത്തിൽ ആന എന്നൊരു പദമുണ്ട്. ഈ ആന എന്നുള്ള വാക്ക് എന്തെങ്കിലും അറിയിക്കും, ആ പ്രത്യേകമായ വലിയൊരു തുമ്പിക്കൈയും കൊമ്പും 4 വലിയ കാലൊക്കെ ഉള്ള മുറം പോലാണ്ട് ചെവിയൊക്കെ ഉള്ള വലിയൊരു ജീവിയുടെ മേലിൽ അറിയിക്കും. അതിന് വേറെ ഭാഷ ഇംഗ്ലീഷാണെങ്കിലോ എലിഫന്റ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ ആ വാക്കിൽ നിന്ന് ആ ജന്തു എന്നുള്ള ആശയം കിട്ടും. അറബിയിലാണെങ്കിലോ ഫീല് എന്നുള്ള വാക്ക് ആ വാക്ക് ഉപയോഗിച്ചാൽ ലഫ്ള് ഉപയോഗിച്ചാൽ അതേ മൃഗത്തിൻ്റെ മേലിൽ അറിയിക്കും. അപ്പം നമുക്ക് എന്തായിപ്പോൾ ചുരുക്കത്തിൽ നമ്മളിപ്പോൾ ഈ ഇൽമുൽ മന്തിക്ക് ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ, ഒരാളോട് ഇതിന് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്നൊക്കെ ചേർത്ത് പറയാനട്ടാ, ഇന്ന രീതിയിലൊക്കെ ഉപയോഗിക്കണട്ടോ, അത് പഠിപ്പിക്കേണ്ട അയാളെ. അത് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭാഷ വേണം. അപ്പോൾ ഭാഷയിലേക്ക് നമ്മൾ എത്തുപോകാൻ കാരണം അറിയിക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ നിശ്ചയിക്കപ്പെട്ട രീതിയിൽ ഓരോ പദങ്ങൾക്ക് ഇന്ന അർത്ഥം, ഇന്ന പദത്തിന് ഇന്ന അർത്ഥം നിശ്ചയിക്കപ്പെട്ടതാകുമ്പോൾ എളുപ്പമുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ആ എളുപ്പത്തിന് നമ്മൾ ഭാഷകൾ പ്രയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ ലഫ്ലുകളിലേക്ക് വരുന്നു. ഇവിടെ ഇൽമുൽ മന്തിക്കിൽ ചർച്ച ചെയ്യുമ്പോൾ ലഫ്ലിലേക്ക് നമ്മൾ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ലഫ്ലിലേക്ക് ചർച്ച വരുമ്പോൾ നമ്മളെന്തായി, ഭാഷയിൽ ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഷ അറബിയാണ്. അറബി ഭാഷ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൽമുൽ മന്തിക്ക് എന്താണെന്ന് പഠിപ്പിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും. അപ്പോൾ അതിലുള്ള പദങ്ങളെക്കുറിച്ച് പഠിക്കണം. പദങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പദങ്ങൾ ഒരാശയത്തിന് മേൽ അറിയിക്കൽ പല തരത്തിലുണ്ടാവും. ഒരു പദം ഒരാശയത്തിന് നിശ്ചയിച്ചാൽ എല്ലാ സന്ദർഭത്തിലും ആ പദം ആ ആശയം മുഴുവൻ അറിയിച്ചോളന്നില്ല. ചില പദങ്ങൾ ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ ആശയം മുഴുവൻ അറിയിക്കും. ഉദാഹരണം, ഇൻസാൻ എന്നുള്ള പദമാണ് വാക്കാണ് ലഫ്ലാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അർത്ഥം എന്താ ഉദ്ദേശിച്ചത്? അല്ല ഹൈവാനും നാത്തിക്കും സാധാരണ ഇൻസാനായിട്ട് പറയുന്ന സംസാരിക്കുന്ന ജീവി എന്നുള്ള ആ അർത്ഥം, അതിൻ്റെ യഥാർത്ഥ ആശയം മുഴുവൻ ഇൻസാനുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചാൽ അപ്പോൾ ഇൻസാൻ എന്താണ്? ഇൻസാൻ എന്ന പദം അതിൻ്റെ ആശയത്തിന് മേൽ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അറിയിക്കലിന് ദലാലത്ത്, അറിയിക്കലിന് ദലാലത്ത് എന്ന് പറയാം. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ഇഷാറത്തിലും ദലാലത്തുണ്ട്, നമ്മൾ പറഞ്ഞ അഖദ് എന്ന് പറഞ്ഞ കെട്ടുകളിലും ദലാലത്തുണ്ട്. പിന്നെ ഒരു വര കുറി കൊടുത്തിട്ട് കയറ്റം ഇറക്കം വളവ് എന്നൊക്കെ അറിയിക്കണം, അതിലും എന്തുണ്ട്? ദലാലത്തുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ഈ പദങ്ങളിലും ദലാലത്തുണ്ട്. ഇവിടെ പദങ്ങളിലുള്ള ഈ ദലാലത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ ദലാലത്ത് ലഫ്ലിയ, പദങ്ങൾ ഉപയോഗിച്ചുള്ള ദലാലത്ത് ലഫ്ലിയ. ആ അറിയിക്കൽ തന്നെ പിന്നെ ലഫ്ല് അതിൻ്റെ ആശയത്തിന് മേൽ മുഴുവൻ അറിയിക്കുന്നുണ്ടെങ്കിൽ അതിന് ദലാലത്ത് മുതാബക്ക എന്ന് പറയാം. മുതാബക്കയ്യ, മുതാബക്കത്ത്, ദലാലത്ത് മുതാബക്കത്ത്, ദലാലത്ത് മുതാബക്കയ്യ എന്നൊക്കെ പറയാം. പിന്നെ ചില ഒരു പദം ഉപയോഗിച്ചു അതിൻ്റെ ആശയം മുഴുവനാണ് ഉദ്ദേശിക്കുന്നില്ല, അപ്പോഴത്തെ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ഭാഗം അറിയിക്കേണ്ടതേ ഉള്ളൂ, അപ്പോൾ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഉദാഹരണം ഇൻസാൻ തന്നെ പറഞ്ഞത്, പക്ഷെ പറഞ്ഞ ആള് അപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഓൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളൂ?
ഒരു ജീവി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരു സംസാരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവിടെ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഒരു ജീവി എന്നുള്ളതിലേക്ക് മാത്രമേ ശ്രദ്ധ പോകേണ്ട അവസരമാണ്. അപ്പോൾ അവിടെ ഇൻസാൻ അറിയിച്ച എന്തിനു മേലും മാത്രമാണ്, പൂർണ്ണാശയമില്ല, ആശയത്തിൻ്റെ അല്പത്തിന് മാത്രമേ ഹൈവാനും നാത്യക്കും ഉദ്ദേശിക്കുമ്പോൾ എന്താവുള്ളൂ, പൂർണ്ണാശയത്തിൻ്റെ മേലെ അറിയിക്കലേ വരുള്ളൂ, ഒരു ഭാഗം മാത്രമേ അറിയിച്ചുള്ളൂ. അപ്പോൾ അതിന് തലമ്മുനി എന്ന് പറയുക. തലമ്മുനി പറഞ്ഞാൽ ഉള്ളിലുള്ളത്, അതിലുള്ളിൽ നിന്ന് ഒരു ഭാഗത്തിന് മേലെ അറിയിച്ചു, അപ്പോൾ തലമ്മുനി. ഇനി ഒരാൾ ഇൻസാനി എന്ന് തന്നെയാണ് പ്രയോഗിച്ചത്, ഇൻസാനി എന്നുള്ള ലഫ്ള് തന്നെയാണ് പ്രയോഗിച്ചത്. പക്ഷെ അയാൾ ഉദ്ദേശിച്ചത് ജീവി എന്നുള്ള ആ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല, സംസാരിക്കുന്നു എന്നുള്ള രണ്ടും പാർട്ടും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എഴുതുന്ന ആൾ എന്നുള്ളൊരു അർത്ഥമാണ്. വേറെ മനുഷ്യൻ എന്നുള്ളത് അവിടെ പറയുമ്പോൾ ഇൻസാനി എന്ന് പറയുമ്പോൾ എഴുതുന്നവൻ എന്ന് ശ്രദ്ധ വരുന്ന സന്ദർഭത്തിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇൻസാൻ എന്ന പദം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഒരു വിശേഷണമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ വാക്കിൻ്റെ അർത്ഥത്തിൽ അത് ഇല്ല. അപ്പം എന്തായി, പദങ്ങൾ ആശയത്തിൻ്റെ മേൽ അറിയിക്കൽ, നിശ്ചയിക്കപ്പെട്ട ആശയം മുഴുവൻ അറിയിക്കലുണ്ടാവും. മുതാബക്കത്ത് നിശ്ചയിക്കപ്പെട്ട ആശയത്തിൻ്റെ ഭാഗത്തിന് മാത്രം അറിയിക്കുന്ന രീതിയിലുണ്ടാവും. തലമ്മുന് നിശ്ചയിക്കപ്പെട്ട അർത്ഥമല്ലാത്ത അതിനോട് ബന്ധമുള്ള മറ്റൊരു അർത്ഥം അറിയിക്കുമ്പോൾ ഇൽത്തിസാം. ഇങ്ങനെ രീതിയിലൊക്കെ പദങ്ങൾ എന്താക്കും, അറിയിക്കും. അപ്പം നമ്മളെന്തായി, പിന്നെ ഇൽമുൽ മന്തിക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കണം. അതിന് പല തരത്തിൽ ദലാലത്ത് വേണം. കാരണം എന്തൊരു വിഷയത്തിന് അറിയിക്കൽ വേണം. അപ്പോൾ ദലാലത്തിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളതാണ് ഭാഷകളാവും ദലാലത്ത്. അത് തിരഞ്ഞെടുത്തു. ആ ഭാഷകൾ നമ്മൾ അറബി തിരഞ്ഞെടുത്തു. അറബി തിരഞ്ഞെടുക്കുമ്പോൾ അറബിയിലുള്ള ഓരോ പദങ്ങൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലാണ് ഈ അറിയിക്കൽ. ആശയം പൂർണ്ണാശയത്തിൽ അറിയിക്കുന്നത്, ആശയത്തിൻ്റെ ആ ഭാഗത്തിൽ അറിയിക്കുന്നത്, അതല്ലാത്ത അതിനോട് ബന്ധമുള്ള വേറെ ആശയത്തിൻ്റെ മേലെ അറിയിക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആ പദങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ആ ഭാഷകളിലെ പദങ്ങളെക്കുറിച്ച് നമുക്ക് എന്താക്കണം, അറിയണം. ആ പദങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, പദങ്ങൾ പലതുണ്ടാവും. ഒറ്റപ്പദവും ഉണ്ടാവും, കൂട്ടുപദവും ഉണ്ടാവും. ഏത് ഭാഷ എടുത്ത് നോക്കിയാലും ഭാഷകളിൽ ഒറ്റപ്പദം ഉണ്ടാവും, കൂട്ടുപദം ഉണ്ടാവും. ഒറ്റപ്പദം നമ്മൾ ലഫ്ള് മുഫ്രദ് എന്നറിയും സാധാരണ, കൂട്ടുപദം നമ്മൾ മുറക്കബായ ലഫ്ള് എന്നറിയും. അപ്പം ഇൻഷാ അല്ലാഹ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇനി അടുത്ത ചർച്ചകൾ കൊണ്ടുപോകാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കൊടുത്തില്ല.